കണ്ടതുപോലെ തന്നെ മാത്തമാറ്റിക്സ് ഒളിമ്പ്യാഡിനെ കുറിച്ച് ഇനി ഒരു മുഖവരുടെ ആവശ്യം ഉണ്ടാവില്ല. ഒരുപാട് വീഡിയോസിൽ നമ്മൾ കണ്ടതാണ് മാത്തമാറ്റിക്സ് ഒളിമ്പ്യാഡ് എന്താണെന്നും അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസും മക്കൾ കണ്ടതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും അറിയുന്ന പോലെ തന്നെ മാത്തമാറ്റിക്സിൽ ഹൈലി പാഷനേറ്റ് ആയിട്ടുള്ള ഭയങ്കര സ്കിൽഡ് ആയിട്ടുള്ള എന്ന് വെച്ചാൽ മാത്തമാറ്റിക്സിൽ എപ്പോഴും ടോപ്പ് സ്കോർ കിട്ടണമെന്നൊന്നുമില്ല, പക്ഷേ മാത്തമാറ്റിക്സിൽ ഇഷ്ടപ്പെടുന്നവരായാലും മതി. നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റിയാണ് മക്കളെ എന്ത് നമ്മുടെ ഒളിമ്പ്യാഡ് എക്സാം എന്ന് പറയുന്നത്. അതായത് കൂടുതൽ പസിൽ സോൾവിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്ന, അതേപോലെ തന്നെ അനാലിറ്റിക്കൽ സ്കിൽസ് ഉള്ള ലോജിക്കൽ തിങ്കിങ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയും. അതായത് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് നമുക്കൊരു ഇൻ്റർനാഷണൽ ലെവലിൽ റെക്കഗ്നേഷൻ എന്ന് പറയുന്നത് അല്ലേ. ഇപ്പോൾ സർട്ടിഫിക്കറ്റിനും സ്കോളർഷിപ്പിനൊക്കെ പുറമേ ആയിട്ട് ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ റെക്കഗ്നേഷൻ കിട്ടുക എന്ന് പറയുമ്പോൾ വളരെ വലിയൊരു കാര്യം തന്നെയാണ്. അതും ഇന്ത്യയെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് മത്സരിക്കാൻ പറ്റുമെന്ന് പറയുമ്പം അത് അതിനേക്കാൾ വലിയൊരു കാര്യം തന്നെയാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇതുവഴി എന്ത് ചെയ്യാണ് ഇതൊക്കെ സാധ്യമാവാൻ വേണ്ടി പോവുകയാണ്. സോ മാത്തമാറ്റിക്സ് ഒളിമ്പ്യാഡിൻ്റെ മക്കൾ ടോട്ടൽ 6 സ്റ്റേജ് ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. 6 സ്റ്റേജിൽ ഒന്നാമത്തെ സ്റ്റേജാണ് IOQM എന്ന് പറയുന്നത്. IOQM എന്ന് പറയുമ്പം ഇന്ത്യൻ ഒളിമ്പ്യാഡ് ക്വാളിഫയർ ഇൻ മാത്തമാറ്റിക്സ് ആണ്. ഒരുപാട് പേര് സൈറ്റിലും മറ്റും വായിച്ച് കാണും, ആദ്യമായിട്ട് കേൾക്കുന്നവരും ഉണ്ടായിരിക്കും. സോ നമുക്ക് നോക്കാം IOQM എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം അല്ലേ. മാത്തമാറ്റിക്സ് ഒളിമ്പ്യാഡിൻ്റെ ഏറ്റവും ഹയസ്റ്റ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടതുപോലെ തന്നെ ഇൻ്റർനാഷണൽ മാത്തമാറ്റിക്സ് ഒളിമ്പ്യാഡാണ്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന സ്റ്റേജും അത് തന്നെയാണ് അല്ലേ. അത് ക്വാളിഫൈ ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ അതിലേക്ക് വരുന്ന സമയത്ത് ഏറ്റവും ഫസ്റ്റായി നിൽക്കുന്ന സ്റ്റേജ് എന്താണ്? IOQM ആണ്. ഇത് ക്വാളിഫൈന് ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഓരോ സ്റ്റേജും കടന്നു പോകാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇത്ര കാലം കണ്ട ബോർഡ് എക്സാം എന്ന് ഒരുപാട് മാറ്റമുണ്ട് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിലേക്ക് വരുന്ന സമയത്ത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ കണ്ട ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പോ അല്ലെങ്കിൽ അതിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ആയിരിക്കില്ല ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിലേക്ക് വരുന്ന സമയത്ത്. ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും അല്ലേ. സോ IOQMലേക്ക് വരുന്ന സമയത്ത് മക്കളെ എക്സാമിൻ്റെ ഡ്യൂറേഷൻ വരുന്നത് 3 hour ആണ്. 3 മണിക്കൂറുള്ള എക്സാം ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക. എക്സാമിൻ്റെ ആൻസേഴ്സ് എന്ന് പറയുന്നത് ഓരോ ക്വസ്റ്റ്യൻ്റെയും ആൻസർ എന്താണ്, ഹോൾ നമ്പർ ആണ് വരിക. ഹോൾ നമ്പർ എന്ന് പറയുമ്പോൾ 00 മുതൽ 99 വരെയുള്ള റേഞ്ചിലുള്ള നമ്പേഴ്സ് ആയിരിക്കും ആൻസേഴ്സ് ആയിട്ട് വരേണ്ടത്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം പറയുന്നത് OMR ടെക്നോളജി ഉപയോഗിച്ചായിരിക്കും ഇതിൻ്റെ വാല്യൂഷനൊക്കെ ചെയ്യുന്നുണ്ടാവുക. അതിനൊക്കെ അപ്പുറമായിട്ട് IOQMലെ പേപ്പറിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഒരു പാറ്റേൺ നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടാവും അല്ലേ. 2 മാർക്കിന് 10 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, 3 മാർക്കിന് 10 ക്വസ്റ്റ്യൻസ്, 5 മാർക്കിന് 10 ക്വസ്റ്റ്യൻസ്. ഇങ്ങനെയായിരിക്കും എന്തുണ്ടാവുക, എക്സാം പാറ്റേൺ പോകുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്, നിങ്ങൾ ഇതുവരെ കണ്ട എക്സാംസ് ഒരുപാട് മാറ്റമുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമുണ്ട്, പ്രിപ്പറേഷൻ ഭയങ്കരമായിട്ട് ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾ ഇപ്പോഴും ചിന്തിക്കുന്ന കാര്യം എന്താണ്, നമ്മൾ എവിടെ നിന്നാണ് പഠിച്ചു തുടങ്ങേണ്ടത്, എന്തൊക്കെയാണ് ഇതിൽ പഠിക്കേണ്ടത്, സ്റ്റിൽ നമ്മൾ കൺഫ്യൂസ്ഡ് ആയിരിക്കും. അപ്പോൾ ഇത്രയും ഒരു അടിപൊളി എക്സാമിന്, ഇത്രയും ഒരു വലിയൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യാന്ന് പറയുമ്പം നമ്മളെ കൊണ്ട് ഒറ്റയ്ക്ക് സാധിക്കുന്ന ഒരു കാര്യമല്ല. സോ നമുക്ക് തീർച്ചയായിട്ടും എന്തെങ്കിലും ആവശ്യമുണ്ട്, ഒരു പ്രോപ്പറായിട്ടുള്ള കോച്ചിങ് ആവശ്യമുണ്ട്. സോ മക്കൾ ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു അക്കാദമിക് ഇയർ മുതൽ തന്നെ Xylem നിങ്ങൾക്കായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, IOQMൻ്റെയും അതേപോലെ തന്നെ അടുത്ത സ്റ്റേജ് ആയിട്ടുള്ള RMO എന്ന് പറയുന്ന റീജിയണൽ മാത്തമാറ്റിക്സ് ഒളിമ്പ്യാഡിൻ്റെയും കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇനി ആ ടെൻഷൻ്റെ ആവശ്യമില്ല, നമുക്ക് എന്ത് ചെയ്യാം, അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ട് തന്നെ മാത്തമാറ്റിക്സ് ഒളിമ്പ്യാഡിനെ നേരിടാൻ വേണ്ടി സാധിക്കും. സോ ഇനിയിപ്പോൾ നമുക്ക് അറിയേണ്ട കാര്യം എന്താണ്, എക്സാമിൻ്റെ ഡേറ്റും മറ്റു കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും. സോ ഒന്നുകൊണ്ടും വറി ചെയ്യേണ്ട ആവശ്യമില്ല. എക്സാം സംബന്ധിച്ച മറ്റെല്ലാ ഇൻഫർമേഷൻസും ലഭിക്കാൻ വേണ്ടി പോകുന്ന ഈ ഒരു ചാനൽ തന്നെയായിരിക്കും. സോ എല്ലാ അപ്ഡേറ്റ്സുകളും നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ ചാനൽ തന്നെ ഉടൻ തന്നെ മക്കളെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ മക്കളെ എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പോയിട്ട് എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ മോർ അപ്ഡേറ്റ്സ്. താങ്ക് യു.